ഇന്ന് നല്ലൊരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ട് വന്നുള്ളത് കേട്ടോ. അപ്പോൾ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു 5 വിസിൽ വരെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് വേവാൻ കുക്കറിൽ വെച്ച സമയം കൊണ്ട് ഞാൻ ചിക്കന് മസാല പുരട്ടാൻ വെച്ചു. അതിൽ മുളകും പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലയുടെ പൊടി, പിന്നെ ഇന്നലെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും എടുത്തിട്ട് ചിക്കനൊക്കെ ഒന്ന് മസാല പുരട്ടി വെച്ചു. അപ്പോഴത്തേനും പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് അത് വാട്ടാൻ വെച്ചു. വാട്ടണയുടെ ഇടയിൽ പിന്നെ ഞാൻ കുട്ടി കരഞ്ഞപ്പോൾ ഒന്ന് അങ്ങോട്ട് പോയിട്ടോ, മോളെ കുട്ടി കരഞ്ഞപ്പോൾ. അപ്പോൾ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഗോൾഡ് കളറായി. പിന്നെ അങ്ങനെ മസാലയൊക്കെ റെഡിയാക്കി എടുത്ത് മുളകും പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളകൊക്കെ ഇട്ടിട്ട് മസാലയൊക്കെ റെഡിയാക്കി എടുത്ത് പിന്നെ തക്കാളി ഇട്ട് കൊടുത്ത് പിന്നെ ഒരു പിടി മല്ലിയിലയും വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്ത് മസാല നല്ല ഒന്നിട്ട് ഇതായി വന്നതിന് ശേഷം ഞാൻ വേവിച്ച് വെച്ച ബീഫ് ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആ മസാലയിൽ കൂടെ ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് ചെറിയ തീരിട്ടിട്ട് വേവിച്ചെടുത്തിട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു വട്ടച്ചെമ്പിലേക്ക് മസാലയൊക്കെ മാറ്റി കൊടുത്തിട്ട് പിന്നെ ചോറൊക്കെ ദമ്മിട്ടിട്ട് ദമ്മൊക്കെ പിന്നെ സെറ്റായി വന്നതിന് ശേഷം ഞാൻ മോളെ വിളിച്ച്, മോളാണ് പിന്നെ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ പറ്റിയേക്ക്. ലാസ്റ്റ് പണിയാകുമ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യലൊക്കെ എനിക്കൊരു ഭയങ്കര പേടിയുള്ളതാണ്, ചോറ് പൊടിഞ്ഞു പോവുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ കുട്ടികളെ കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കട്ടെ. അപ്പോൾ മോളത് പിന്നെ അതിൻ്റെ വൃത്തിയിലും വെടുപ്പിലൊക്കെ ചെയ്ത് തരും. പിന്നെ അങ്ങനെ അത് മിക്സിയിലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മഴയും പെയ്യാണ്, നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. അപ്പോൾ പിന്നെ 1 മണി ആവാനൊന്നും കാത്തു നിന്നില്ല, ഞങ്ങളൊരു 12:30 ആകുമ്പോൾ തന്നെ ചോറൊക്കെ കഴിച്ചു. അങ്ങനെ ചിക്കൻ ഫ്രൈയും ബീഫ് ബിരിയാണിയും പിന്നെ നല്ലൊരു സാലഡും ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ചോറൊക്കെ തിന്ന് പിന്നെ ഞങ്ങൾ മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരുന്ന് കുറച്ച്